ലോകത്തിന്റെ നേതാവായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലിൽ ഒരുപാട് സ്വലാത്തുകൾ ചെല്ലണമെന്ന് പറയാനുള്ള കാരണം, അവിടുത്തേക്ക് ഒരുപാട് മഹബ്ബത്തുകൾ വെക്കണമെന്ന് പറയാനുള്ള കാരണം, അവിടുത്തേക്ക് ഒരുപാട് ഇഷ്ക് വെക്കണമെന്ന് പറയാനുള്ള കാരണം, ആ നേതാവ് നമുക്ക് വേണ്ടി ജീവിച്ച നേതാവാണ്. ഒരുപാട് കഷ്ടപ്പാടുകളും വേദനകളും സഹിച്ച നേതാവാണ്. അവിടുന്ന് വഫാത്തിന്റെ സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞ നേതാവാണ്. എന്നാലോ നാളെ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ, അള്ളാഹുവിന്റെ മഹ്ശറ വൻസഭയിലെത്തുമ്പോൾ അവിടുന്ന് നമുക്ക് ശഫാഅത്ത് തരുന്ന നേതാവാണ്. ശഫാഅത്തിന് ഏറ്റവും അർഹതയുള്ള നേതാവാണ്. ആ ഹബീബായ തങ്ങളല്ലേ നമുക്ക് ശഫാഅത്ത് തരുന്നത്. الله سبحانه وتعالى يحشرون الأولين والآخرين يوم القيامة في سعيد واحد فتدنو منهم الشمس. ഖിയാമത്ത് നാളിൽ അതാ മഹ്ശറിൽ ഒരുമിച്ച് കൂടുന്നു. ആദ്യ കാലഘട്ടക്കാരെയും അവസാന കാലഘട്ടക്കാരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയാണ്. എന്നിട്ട് അവരുടെ ഇടയിലേക്ക് അതാ സൂര്യനെ അങ്ങ് കൊണ്ടുവരികയാണ്. എത്ര അകലെയാണ് സൂര്യൻ എന്നറിയുമോ? ഒരു ചാണ് അകലെയല്ലേ സൂര്യനുള്ളത്. ഇന്ന് എത്രയോ ദശലക്ഷക്കണക്കിന് കോടി കിലോമീറ്റർ അല്ലേ സൂര്യനുള്ളത്. എന്നിട്ടും അതിന്റെ ചൂട് നമുക്ക് താങ്ങാൻ കഴിയുന്നുണ്ടോ? എന്നിട്ടതാ എങ്ങനെയാണ് അവിടുത്തെ ഭയാനകമായ അവസ്ഥയെന്നറിയുമോ? ജനങ്ങൾക്ക് സഹിക്കാനാവാത്ത ദുഃഖവും പ്രയാസവും വന്നെത്തും. അവർ പരസ്പരം പറയുകയാണ്, ആരാണ് ഞങ്ങളെ സഹായിക്കാനുള്ളത്? ആരാണ് നമ്മളെ ശഫാഅത്തിന് വരുന്നത്? ആരാണ് ഞങ്ങൾക്ക് രക്ഷകനായി വരുന്നത്? അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫഖാല ബഅദുന്നാസി ലിബഅദിൻ യഅതു അബാകും ആദം അലൈഹിസ്സലാം ഫയതൂന ആദം അലൈഹിസ്സലാം. അപ്പോൾ ജനങ്ങൾ ചിലരോട് പറയും, നിങ്ങളുടെ പിതാവ് ആദം നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് പോവുക. അവർ അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് പോവുകയാണ്. ശഫാഅത്ത് ചോദിക്കാനാണ് പോകുന്നത്. ഞങ്ങൾ ഈ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് പോകുന്നത്. അവരത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, യാ ആദം, ഓ ആദം നബിയേ, ഇശ്ഫഅ ലനാ ഇലാ റബ്ബിക. അവർ ആദം നബിയോട് പറയും, ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ രക്ഷിതാവിനോട് ശുപാർശ ചെയ്യണോ? അല്ലാഹുവിനോട് ശുപാർശ ചെയ്യണമെന്ന് പറയുമ്പോൾ, മാ അന ലഹാ ഇൻതഹു ഇലാ നൂഹ് അലൈഹിസ്സലാം. അപ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയോ, ഞാൻ അതിന് അർഹനല്ല. നിങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് പോവുക എന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവരും ഫയതൂന നൂഹൻ അലൈഹിസ്സലാം, അങ്ങനെ എല്ലാവരും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഫയഖൂലൂന ഐദൻ, അവിടുന്ന് ചോദിക്കുകയാണ്, അവിടുന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, മാ അന ലഹാ, ഞാൻ അതിന് അർഹനല്ല. ഫയതൂന ഇലാ ഇബ്രാഹിം വമൂസ വഈസ അലൈഹിമസ്സലാം ഫയഖൂലു കുല്ലുഹും മിൻഹും മാ അന ലഹാ. അങ്ങനെ അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലോ ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലും ചെല്ലോ, അവരെല്ലാവരും പറയുന്നത് മാ അന ലഹാ, ഞാൻ അതിന് അർഹനല്ല എന്നവരെല്ലാവരും പറയുകയാണ്. എന്നിട്ട് വയഖൂലു ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം അവിടുന്ന് പറയുകയാണ്, ഇൻതഹു ഇലാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയതൂനഹു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാണോ, നിങ്ങൾ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് പോവുക. അങ്ങനെ അവർ അതാ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. വയഖൂലൂന, അവർ പറയുകയാണ്, യാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻത റസൂലുള്ളാഹി വ ഖാതിമുൽ അംബിയാഇ ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വ മാ തഅഖറ. അവർ പറയുമോ, മുഹമ്മദ്
മുഹമ്മദ് നബിയേ, നിങ്ങൾ അല്ലാഹുവിന്റെ ദൂതരും പ്രവാചകനുമാണ്. നിങ്ങൾക്ക് മുൻകഴിഞ്ഞതും പിന്തിയതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. അതുകൊണ്ട് ഇശ്ഫഅലനാ ഇലാ റബ്ബിക, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നാഥനിലേക്ക് ശുപാർശ ചെയ്യണോ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യണമെന്ന് ഹബീബായ തങ്ങളോട് പറയുകയാണ്. ഫയഖൂലു, അവിടുന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അനലഹാ, ഞാൻ അതിന് അർഹനാണ്. അനലഹാ, ഞാൻ അതിന് അർഹനാണ്. അനലഹാ, ഞാൻ അതിന് അർഹനാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്. ആ ഹബീബായ തങ്ങളെ ശഫാഅത്ത് നമുക്ക് കിട്ടണമെങ്കിൽ നാം ഹബീബായ തങ്ങളെ ഒരുപാട് പ്രണയിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ഹബീബായ തങ്ങളെ മേലിൽ ഒരുപാട് സ്വലാത്തുകൾ ചെല്ലണമെന്ന് പറയുന്നത്. സ്വലാത്തിന്റെ മജ്ലിസുകൾ കാണുമ്പോ നമ്മൾ അവിടെ പോകണം. ഹബീബിനോട് അടങ്ങാത്ത ഇഷ്ക് നമ്മുടെ കൽബിൽ ഉണ്ടാകണം. ഹബീബിന്റെ മദ്ഹുകൾ പറഞ്ഞ് 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 ആ ഹബീബിന്റെ ചാരത്തെത്താൻ നമുക്ക് തൗഫീഖ് കിട്ടണം. ആ ഹബീബായ തങ്ങളെ നമ്മൾ നേരിൽ കണ്ടിട്ടില്ല, എന്നാൽ മരിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് നമുക്ക് സ്വപ്നത്തിലെങ്കിലും കാണാനുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടണം. അതിനുള്ള ഏറ്റവും വലിയൊരു മാധ്യമമാണ് സ്വലാത്ത് എന്നുള്ളത്. ദിനേന നമ്മൾ സ്വലാത്തുകൾ പതിവാക്കുന്നവരായിരിക്കണം. ഹബീബായ തങ്ങളെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അതിന്റെ ഫലം മരിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് നമുക്ക് കിട്ടും എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മൾ ചെല്ലുന്നതായ സ്വലാത്ത് ആത്മാർത്ഥതയോടുള്ള സ്വലാത്തായിരിക്കണം. ഹബീബിനോടുള്ള പ്രണയം അത് യഥാർത്ഥമായിട്ടുള്ള പ്രണയമാകണം. യഥാർത്ഥത്തിലുള്ള പ്രണയമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് ആ ഹബീബിനെ കാണാനുള്ള ഭാഗ്യം നമുക്ക് നൽകും. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, അനലഹാ, ഞാൻ അതിന് അർഹനാണ്. എന്നിട്ടോ വയന്തലികു വയതി തഹ്തൽ അർശി വയഖഉ സാജിദൻ ലിറബ്ബി സുജൂദൻ തവീലാ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അർശിന്റെ താഴെ വന്നെത്തുകയും തന്റെ രക്ഷിതാവിന് ദീർഘമായ സുജൂദിൽ വീഴുകയും ചെയ്യുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? ആ മഹ്ശറയിൽ കഠിനമായ പ്രയാസം അനുഭവിക്കുമ്പോൾ ആ പ്രയാസത്തിൽ നിന്ന് കരകയറാൻ അല്ലാഹുവിന്റെ മുന്നിൽ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി